എന്റെ പ്രിയ കുഞ്ഞെ, ഇന്ന് നീ തളർന്നു നിൽക്കുന്നുണ്ടെങ്കിലും നിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കടബാധ്യതകൾ നിന്റെ നെഞ്ചു ഞെരുക്കുമ്പോൾ, നിരാശ നിന്റെ സ്വപ്നങ്ങൾ മൂടിക്കളഞ്ഞപ്പോൾ, ഇനി വഴിയില്ല എന്ന് നീ വിചാരിച്ച നിമിഷത്തിൽ ഞാൻ മൗനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ ഹൃദയം ഒരുപാട് തകർന്നു, നീ ഒരുപാട് നിലവിളിച്ചു. എന്റെ ഈ ബാധ്യതകൾ എന്നാണൊന്ന് അവസാനിക്കുക? ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിക്കാൻ ഇറങ്ങി തിരിച്ച വ്യക്തിയാണ് നീ. എന്നാൽ ഇപ്പോൾ നിരാശ മാത്രമാണ് നിനക്ക് കൈമുതലായിരിക്കുന്നത്. എന്റെ കുഞ്ഞെ, നീ വെറുമൊരു ജോലിക്കായി അലയുന്ന വ്യക്തിയായിട്ടല്ല, എങ്ങനെയെങ്കിലും ജീവിക്കാൻ മാത്രം ജനിച്ച വ്യക്തിയുമല്ല, ശമ്പളം കിട്ടാൻ മാത്രം ജീവിക്കുന്ന ഒരാളായി ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടില്ല. ഈ ലോകത്തിന് പരിഹാരമായി തീരാൻ നിന്റെ ഉള്ളിൽ ഞാൻ വിതച്ചിരിക്കുന്ന വിത്ത് അതിപ്പോൾ തന്നെ മുളച്ചു തുടങ്ങുകയാണ്. നിനക്ക് തോന്നുമായിരിക്കും എന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ ഉള്ളിൽ എല്ലാമുണ്ട്. നീ അനുഭവിച്ച വേദന മറ്റുള്ളവർക്ക് ഔഷധമായി മാറും. നീ കടന്നുപോയ കടങ്ങൾ അനേകരെ മോചിപ്പിക്കുന്ന ഒരു ജ്ഞാനമായി മാറും. നീ സഹിച്ച അപമാനം, ആ അപമാനങ്ങളെല്ലാം നാളെ നിന്നെ വിശ്വസിക്കുന്നവരുടെ ആശ്രയ കേന്ദ്രമാക്കി ഞാൻ മാറ്റും. നീ അന്വേഷിച്ചത് ഒരു ജോലിയായിരുന്നിരിക്കാം, പക്ഷെ ഞാൻ നിനക്കായി തുറക്കുന്നത് ഒരു നിയോഗം തന്നെയാണ്. നീ അന്വേഷിച്ചത് ഒരു വരുമാനമായിരുന്നേക്കാം, പക്ഷെ ഞാൻ നിനക്ക് നൽകുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ഇന്ന് വരെ നീ ചോദിച്ചു, എനിക്കെന്ത് കിട്ടും? എന്റെ ജീവിതത്തിൽ മിച്ചം പിടിക്കാനൊന്നുമില്ലല്ലോ, ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും? എന്റെ കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട. നിന്റെ അക്കൗണ്ടിലെ സംഖ്യകൾ അതല്ല നിന്റെ ഭാവി നിർണയിക്കുന്നത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് നിന്റെ അന്ത്യവുമല്ല. ഇത് കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിന്റെ ചിന്തകൾ ഉയരുവാൻ തുടങ്ങുന്നു. നിന്റെ ദർശനം ശുദ്ധമായി മാറുന്നു. നിന്റെ ഓരോ ചവിട്ടുപടികളും ദിശ കണ്ടെത്തി യാത്ര തുടരുന്നു. നീ ജോലി തേടുന്നവനിൽ നിന്ന് പരിഹാരം കൊണ്ട് നടക്കുന്ന ഒരാളായി മാറുന്ന കാലം ഇതാ എത്തിക്കഴിഞ്ഞു. നീ ഇനി ജോലി തേടി നടക്കുന്ന വ്യക്തിയായിരിക്കില്ല. അനേകർക്ക് പരിഹാരം കണ്ടെത്തുന്ന, അനേകർക്ക് ആശ്വാസമാകുന്ന ഒരാളായി ഞാൻ നിന്നെ മാറ്റും. ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഞാൻ നിന്നെ ഉയർത്തും. ലോകം നിന്നെ തള്ളിക്കളഞ്ഞയിടത്ത് ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും. നീ പരാജിതനല്ല എന്ന് ലോകത്തിന് മനസ്സിലാകത്തക്കവണ്ണം നിന്നെ ഞാൻ മാനിച്ചുയർത്തും. എന്റെ കുഞ്ഞെ, ഈ ശബ്ദം നീ കേൾക്കുന്നത് യാദൃച്ഛികമായിട്ടല്ല. നീ പല തവണ എന്നോട് ചോദിച്ചു, ദൈവമേ, എന്താണ് എന്റെ ജീവിതം ഇങ്ങനെ? പക്ഷെ ഞാൻ പറയുന്നു, നീ തകർന്ന ഓരോ നിമിഷങ്ങളും നിന്നെ അവസാനിപ്പിക്കാനായിരുന്നില്ല, അത് നിന്നെ പുനർനിർമ്മിക്കാനായിരുന്നു. ഇന്ന് നീ ക്ഷീണിച്ചിരിക്കുന്നു. നിന്റെ ശരീരം മാത്രമല്ല, നിന്റെ ആത്മാവും ക്ഷീണിച്ചിരിക്കുന്നു. കടബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ, നിരാശ, ആർക്കും മനസ്സിലാവാത്ത വേദന. എന്നാൽ കുഞ്ഞെ, ഇന്ന് ഇത് കേൾക്കുന്ന ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ആദ്യ ചിന്ത എന്താണ്? ഇന്നും എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും? നീ രാത്രിയിൽ കിടക്കുമ്പോൾ നിന്റെ അവസാന ചിന്ത എന്താണ്? ഇതിൽ നിന്നൊരു വിടുതലുണ്ടാകുമോ?
എന്നാണ് ഇതിൽ നിന്നൊരു മോചനം എനിക്കുണ്ടാവുക? എന്റെ കുഞ്ഞെ, നിന്റെ കണ്ണുനീർ അത് ഞാൻ കണ്ടില്ലെന്ന് കരുതരുത്. നീ ആരോടും പറയാതെ കരഞ്ഞ രാത്രികൾ എന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ തോറ്റ വ്യക്തിയല്ല. അതെ, നീ ഇപ്പോൾ ക്ഷീണിച്ച വ്യക്തിയാണ്. പക്ഷേ ക്ഷീണം മാറും. നിന്റെ ജയം ഉടൻ തന്നെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരും. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് നിന്റെ അന്തിമ സ്ഥാനമല്ല. ഇതിനപ്പുറത്ത് മറ്റൊന്ന് ഞാൻ നിനക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ന് നീ അറിയണം. നിന്റെ കടം നിന്റെ ലേബലല്ല, അത് നിന്റെ ഒരു ഘട്ടം മാത്രമാണ്. നിനക്ക് ലജ്ജ തോന്നിയിടത്ത് നിന്റെ തല ഉയർത്തി ഞാൻ നിർത്തും. നിന്റെ പേരിന് മുൻപിൽ ഞാൻ പരാജയമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുന്നത് പരിഹാരമെന്നാണ്. നീ കടന്നു പോകുന്ന ഈ സമ്മർദ്ദം നാളെ നീ കൈകാര്യം ചെയ്യേണ്ട വലിയ വലിയ പ്രതിസന്ധികളുടെ മേൽ ജയിക്കുവാനുള്ള ഒരു പരിശീലനം മാത്രമാണെന്ന് നീ എന്നറിയണം. നിനക്ക് താങ്ങാനാവാത്തതൊന്നും ഒരിക്കലും ഞാൻ നിന്റെ വഴിയിൽ അനുവദിക്കില്ല. നീ പറഞ്ഞു, ദൈവമേ, ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു, നീ വെറും ശമ്പളം വാങ്ങാൻ മാത്രം ജനിച്ച വ്യക്തിയല്ല. നിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. നിന്റെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. നിന്റെ ഉള്ളിൽ ഒരു വ്യത്യസ്തതയുണ്ട്. അതാണ് ലോകം കാത്തിരിക്കുന്നത്. നീ അന്വേഷിച്ചത് ജോലിയായിരുന്നേക്കാം. പക്ഷെ ഞാൻ നിനക്കായി ഒരുക്കുന്നത് ഒരു നിയോഗമാണ്. നീ ചോദിക്കുന്നത് എനിക്കെന്ത് കിട്ടും? ഇനി ലോകം ചോദിക്കും നിന്നിലൂടെ എന്തൊക്കെ ലഭിക്കുമെന്ന്. നീ വെറും ഒരു തൊഴിലാളിയല്ല. നീ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാക്കി തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുഞ്ഞെ, നീ അനുഭവിച്ച വേദന നാളെ മറ്റുള്ളവർക്ക് ഇതൊരു വഴികാട്ടിയായിത്തീരും. നീ കരഞ്ഞ കണ്ണുനീർ, ആ കണ്ണുനീരെല്ലാം എന്റെ തുരുത്തിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് നീ കരഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്നു. നാളെ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന വ്യക്തിയായി നീ മാറും. നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്കുള്ള ശിക്ഷയായിരുന്നില്ല. അത് നിന്റെ പരിശീലനം മാത്രമായിരുന്നു. നിന്റെ മുറിവുകൾ അത് നിന്റെ ദൗർബല്യമല്ല, അതാണ് നിന്റെ യോഗ്യത. നീ അതിലൂടെ കടന്നുപോയത്, നീ അതിലൂടെ കടന്നു പോകുന്ന അനേകരെ ആശ്വസിപ്പിക്കുവാനും സമാധാനിപ്പിക്കാനും വേണ്ടിയാണെന്ന് ഇന്ന് നീ അറിയണം. ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിന്റെ ചിന്തകൾ മാറും. എനിക്ക് കഴിയില്ല എന്ന ശബ്ദം നിന്നിൽ നിന്ന് മാറിപ്പോകും. നിന്റെ ഭയങ്ങൾ മാറിപ്പോകും. നിന്റെ മുൻപിൽ വഴികൾ തുറക്കപ്പെടും. നിന്റെ ബാങ്ക് ബാലൻസ് നിന്റെ ഭാവി നിർണയിക്കുന്നതല്ല. എന്റെ തീരുമാനം ഇപ്പോൾ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. നിന്റെ സമയം വരുന്നു. നിന്റെ പേർ വിളിക്കപ്പെടും. നീ ഒളിച്ചിരിക്കാൻ പിറന്നവനല്ല. നീ ഉയർത്തപ്പെടാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്റെ കുഞ്ഞെ, നീ ഒറ്റയ്ക്കാണെന്ന് ഇപ്പോൾ തോന്നിയേക്കാം. പക്ഷേ നീ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ഞാൻ നിന്റെ പിന്നിലും നിന്റെ മുന്നിലും നിന്റെ ഉള്ളിലുമുണ്ടായിരുന്നു. ഇനി നീ അലഞ്ഞു നടക്കുന്ന വ്യക്തിയാകില്ല. പരിഹാരം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാക്കി നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും. ലോകം നിന്നെ തള്ളിയിടത്ത് ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും. നീ പരാജിതനല്ല. നീ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. നീ അനേകർക്ക് ഒരു ഉത്തരമായി മാറും. ഈ ശബ്ദം കേൾക്കുന്ന നിമിഷം മുതൽ നിന്റെ അവസ്ഥ മാറിത്തുടങ്ങും. നിന്റെ ഭാരങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ കണ്ണുനീർ ഇതെല്ലാം എന്റെ ചുമലിലേക്ക് വെച്ച് തരൂ. ഞാൻ നിന്നെ അത്ഭുതകരമാക്കി നടത്തും. ഈ പുതിയ ദിവസം നിന്റെ ജീവിതം മാറാൻ പോകുന്നു. ചില നിമിഷങ്ങൾ എന്റെ സന്നിധിയിലിരിക്കൂ. നിന്റെ സങ്കടങ്ങൾ എന്നോട് തുറന്നു പറയൂ.
നിന്റെ സകല വേദനകൾക്കും പരിഹാരം ഞാൻ വരുത്താം. ഞാൻ നിന്റെ പിതാവാണ്, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല.